അങ്ങനെ ഓർഡിനൻസ് റീപ്ലേസ് ചെയ്യാനുള്ള ബില്ല് കൊണ്ടുവരുമ്പോഴാണോ പ്രസംഗിക്കുന്നത്? What are you talking, Mr. Balagopal? I am talking something relevant about your discussion. You were discussing something not related to the bill. അങ്ങ് ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ ബഹളം ഉണ്ടാക്കാറില്ല. ബഡ്ജറ്റ് കേൾക്കുകയല്ലേ? ബഡ്ജറ്റിന്റെ ചർച്ച നടക്കുമ്പോഴാണ് ബഡ്ജറ്റിനെ പറ്റി പറയുന്നത്. അല്ലാണ്ട് അവിടെ കിടന്ന് അടി ഉണ്ടാക്കുകയാണ് വേണ്ടത് ബഡ്ജറ്റിന്. അങ്ങ് എന്താ ഈ പറയുന്നത്? അവിടെ ബഹളം ഉണ്ടാക്കിയില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞ. ആദ്യം ഞാൻ പറഞ്ഞത് ഇത്രയും പ്രമാദമായ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കും. ആ ബഡ്ജറ്റിന്റെ ടോണുണ്ട് സാർ. എന്നിട്ട് അവരുടെ ആകെ ബോറോയിങ് കഴിഞ്ഞ പ്രാവശ്യം 5.8 ആയി. GSDPയുടെ 5.8% ആണ് കഴിഞ്ഞ ഇപ്പോഴത്തെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എടുത്തിരിക്കുന്ന കടം. അടുത്ത വർഷം അത് 5.1. ആ സർക്കാരാണ് പറയുന്നത് കേരളം പോലുള്ള സംസ്ഥാനം 3% എടുക്കാവുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 2.5% തന്നുള്ളൂ. അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നില്ല, അതിനകത്തൊരു കഥാപാത്രം. അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഇവിടുത്തെ കാര്യമൊന്നും അന്വേഷിക്കത്തില്ല, കേരളത്തിലെ ഇന്ത്യയിലെ കാര്യമൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറയാൻ പറ്റും. അപ്പുറം കിട്ടുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിനെ പറ്റി പറയുമെന്ന് ഞാൻ കരുതി. സാർ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച് ഞാൻ ആ ബഡ്ജറ്റ് മുഴുവൻ കേട്ടതാണ്. ഒരു ബഡ്ജറ്റ് 1 മണിക്കൂറുണ്ട്. ആ ബഡ്ജറ്റിനകത്ത് സത്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റില്ലാതെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ആ ബഡ്ജറ്റ് എടുത്ത് നിങ്ങൾക്കൊന്ന് നോക്കേണ്ടത്. നിങ്ങൾ കേരള ഗവൺമെൻറ് എന്തുവേണേ പറഞ്ഞോളൂ സാർ. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളിലുള്ള പണം കുറച്ചു. തൊഴിലുറപ്പ് പദ്ധതിയുടെ പണത്തിനകത്ത് ഒരു അംശം കൂട്ടിയില്ല. വളത്തിൻ്റെ കാര്യത്തിൽ, ഈ യൂറിയയുടെ കാര്യത്തിൽ, മറ്റു പൊതു കാര്യങ്ങളൊക്കെ കുറച്ചു. ഒരു കാര്യം നിങ്ങളുടെ ഇൻട്രസ്റ്റിന് വേണ്ടി ഞാൻ പറയാം, മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്നും പോകുന്നില്ല സാർ. ആകെ അവരുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 47,65,768 കോടി രൂപയിൽ ബോറോയിങ്ങിൻ്റെ കാര്യത്തിലാണല്ലോ നമ്മളെപ്പോഴും പറയുന്നത്. അവരുടെ ബോറോയിങ് 16,85,494 രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഒരു 40%-നടുത്തേക്ക്, ഒരു 36%-നടുത്തേക്കാണ് ആകെ ഉള്ളതിൻ്റെ ബോറോയിങ്. സാർ ഈ വലിയ സൈസ് കൂടിയിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ ഇൻട്രസ്റ്റ് റീപേയ്മെൻറ്റ് കൂടി ഒന്ന് ഈ സഭ ശ്രദ്ധിക്കണം. 11,90,440 രൂപയാണ് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ്. ഈ ടോട്ടൽ ബഡ്ജറ്റിൽ 47 ലക്ഷത്തിനുള്ള റീപേയ്മെൻറ്റ് 25%. പിന്നെ ഞാനീ പറഞ്ഞ കോടിയാണ്. 11,90,440 കോടി. 47,65,768 കോടിയാണ് ടോട്ടൽ ബഡ്ജറ്റ് സൈസ്. അതിൽ നിന്ന് കടമടയ്ക്കുന്നതാണ് ഇത്. 25% ആണ് ആകെ ബഡ്ജറ്റിൻ്റെ 25%. ആകെ ബഡ്ജറ്റിൻ്റെ 36% ബോറോയിങ് ആണ് സാർ. ഇവിടെ 39%. സാർ ഇവിടുത്തെ ബോറോയിങ് 36% താഴെ വന്നിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ആകെ ബോറോയിങ് കഴിഞ്ഞ പ്രാവശ്യം 5.8 ആയി. GSDPയുടെ 5.8% ആണ് കഴിഞ്ഞ ഇപ്പോഴത്തെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എടുത്തിരിക്കുന്ന കടം. അടുത്ത വർഷം അത് 5.1. ആ സർക്കാരാണ് പറയുന്നത് കേരളം പോലുള്ള സംസ്ഥാനം 3% എടുക്കാവുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 2.5% തന്നുള്ളൂ. സാർ ഇത്തരം കാര്യങ്ങൾ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ആ ദിവസം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി കൂടിയൊക്കെ പറയണമെന്നേ ഞങ്ങളിവിടെ ഇരിക്കുന്ന ആളുകൾ പറയുന്നുള്ളൂ. നിങ്ങളിതൊന്നും പറയുന്നില്ലല്ലോ, ഇതൊന്നും പറയുന്നില്ല. ഇപ്പോഴും ചക്കിട്ടപ്പാറയിലെ ജോസഫിൻ്റെ പ്രശ്നം, ഇത് കേന്ദ്ര ബഡ്ജറ്റ് നിങ്ങൾ അവിടെ പറയുമോ? കേന്ദ്ര ബഡ്ജറ്റ് നിങ്ങൾ അവിടെ പറയുമോ? കേന്ദ്ര ബഡ്ജറ്റ് അവിടെ പറയാൻ ഇന്ന് ആ സഭയിൽ അവതരിപ്പിക്കുമ്പോൾ എന്താ ഉള്ളതെന്ന് അറിയാം. കേന്ദ്ര ബഡ്ജറ്റ് അവിടെ അവതരിപ്പിക്കുമ്പോൾ ഒന്നും സംസാരിക്കാതിരുന്ന കാര്യം ഉൾപ്പെടെ ഉണ്ട്. അതുപോട്ടെ, കേന്ദ്ര ബഡ്ജറ്റ് നിശബ്ദയായിരുന്നൊക്കെ ഉണ്ടെന്ന്. കേന്ദ്ര ബഡ്ജറ്റ് അവിടെ ഞാൻ പറയട്ടെ, കേന്ദ്ര ബഡ്ജറ്റിന്റെ കാര്യം അവിടെയും പറയണം, ഇവിടെയും പറയണം. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ സാർ ഇതാണ് സാർ പ്രശ്നം. നിങ്ങൾ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ മതി. അപ്പൊ ഈ ഇന്ത്യക്കകത്തല്ലേ കേരളം സാർ? ഇന്ത്യക്കകത്തല്ലേ കേരളം? ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ ഈ ബഡ്ജറ്റിനകത്ത് വരുന്ന പൈസ ഇവിടെ വരുന്നല്ലേ. ഞാൻ സമയം എടുക്കുന്നില്ല. പക്ഷെ ഇത്തരം ചില കാര്യങ്ങൾ അവിടെ ഇപ്പൊ സാർ ഇവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മെമ്പർമാർ പറഞ്ഞത്. അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നില്ല, അതിനകത്തൊരു കഥാപാത്രം. അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഇവിടുത്തെ കാര്യമൊന്നും അന്വേഷിക്കത്തില്ല, കേരളത്തിലെ ഇന്ത്യയിലെ കാര്യമൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത്തരം കാര്യങ്ങളും ചർച്ച ചെയ്യണം സാർ. ഇവിടെ നമ്മൾ ഈ അവതരിപ്പിച്ച ഈ ബില്ല് നമുക്ക് സബ്ജക്ട് കമ്മിറ്റിയിൽ അയച്ച് ചർച്ച ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാൻ കുറേയേറെ കാര്യങ്ങൾ ഇതേപോലെ ഇവിടെ ചർച്ച ചെയ്ത് ഞാൻ അതിനെല്ലാ കാര്യങ്ങളും എടുത്ത് മറുപടി പറയുന്നില്ല. നമുക്കെന്തായാലും ഓൺലൈൻ റമ്മിയും ഗെയിമിങ്ങും പണം വെച്ചുള്ള കളിയൊന്നും പൊതുവെ അത് അംഗീകരിക്കേണ്ടതല്ല. അതിനകത്ത് നമുക്ക് യോജിപ്പ് തന്നെയാണ്. പക്ഷേ ഇതൊരു നിയമനിർമ്മാണം സാങ്കേതികത്വമാണ്. ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റുകളെല്ലാം ഇത് എടുത്തിട്ടുള്ളതാണ്, പാസ്സാക്കിയിട്ടുള്ളതാണ്. അതാണ് അതിൻ്റെ
പറയാനുള്ള കാര്യം സർ. ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം മിണ്ടാതിരുന്നു. അങ്ങിവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ ബഹളം ഉണ്ടാക്കാറില്ല, ബഡ്ജറ്റ് കേൾക്കുകയല്ലേ. ബഡ്ജറ്റിന്റെ ചർച്ച നടക്കുമ്പോഴാണ് ബഡ്ജറ്റിനെ പറ്റി പറയുന്നത്. അല്ലാണ്ട് അവിടെ കിടന്ന് അടി ഉണ്ടാക്കുകയാണ് വേണ്ടത് ബഡ്ജറ്റിന്. അങ്ങ് എന്താ ഈ പറയുന്നത്? അങ്ങ് രാജ്യസഭ മെമ്പറായിരുന്ന ആളല്ലേ? അവിടെ ബഹളം ഉണ്ടാക്കിയില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞ. ആദ്യം ഞാൻ പറഞ്ഞത് ഇത്രയും പ്രമാദമായ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കും. ആ ബഡ്ജറ്റിന്റെ ടോണുണ്ട് സാർ. എല്ലാ ടെലിവിഷൻകാരുടെയും ചർച്ചയിൽ നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ചെറിയ ചേഞ്ച് പോലും ഇല്ലാതെ അങ്ങേയറ്റ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ ഏത് ബഡ്ജറ്റ്, ഈ ബഡ്ജറ്റ് എങ്ങനെ അവതരിപ്പിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഇന്ത്യയിലെ ഒരു ബഡ്ജറ്റ് എന്ന നിലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവർ ചെയ്യേണ്ടിയിരുന്നത് എന്താ? കേരളത്തിന് പ്രത്യേക കാര്യമില്ല. ഇന്ത്യയിലൊരു എക്കണോമിയുടെ റിസഷൻ ഉണ്ട്, പൊതുവിലുണ്ട്. അതിന് എക്കണോമിയെ സജീവമാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പണം പലതരത്തിലേക്ക് എക്കണോമിയെ സജീവമാക്കുന്നതിന് വേണ്ടി ഫണ്ടൊക്കെ പോകണം. ഇതാണ് സാധാരണ ഒരു ബഡ്ജറ്റ് പ്രതീക്ഷിക്കേണ്ടത്. അത് വന്നില്ല. അപ്പോൾ പത്രങ്ങളെല്ലാം എഴുതുന്നത്, ടി വിക്കാരെല്ലാം എഴുതുന്നത് അങ്ങേയറ്റം കോൺഫിഡൻസ് ആണ്, എന്തായാലും ഞങ്ങൾ ജയിക്കുമെന്ന നിലയിൽ ഞങ്ങൾ ഇതൊക്കെ തുടരുന്നു എന്നുള്ള സമീപനം എടുത്തു എന്ന് പറഞ്ഞ് അവിടെ ബഹളം ഉണ്ടാക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞേ. ഇത്രയും ഒരു കാര്യം വരുമ്പോൾ ഇവിടെ ഈ സഭയ്ക്കകത്ത് ആ കാര്യങ്ങളൊന്ന് മെൻഷൻ ചെയ്യണമായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ടൊരു അങ്ങ് എന്താ പറഞ്ഞേ? ഞങ്ങൾ ഇന്ത്യയുടെ ബഡ്ജറ്റിൻ്റെ കാര്യം പാർലമെൻറ്റിൽ പറഞ്ഞോളാം, ഇവിടുത്തെ കാര്യമൊന്നും അല്ലത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്. അവിടെ പത്രങ്ങൾ ടെലിവിഷൻകാർ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം കൂടി, ടെലിവിഷൻകാരുടെ ഒരു ബഡ്ജറ്റ് ചർച്ച വരുമ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര ബഡ്ജറ്റിനെ പറ്റി സംസാരിക്കും, കേരള ബഡ്ജറ്റിനെ പറ്റി സംസാരിക്കും. അതാണ് ഇവിടുത്തെ പതിവ്. അല്ലാണ്ട് ഇവിടെ ഒരു ഭേദഗതി, അങ്ങനെ ഓർഡിനൻസ് റീപ്ലേസ് ചെയ്യാനുള്ള ബില്ല് കൊണ്ടുവരുമ്പോഴാണോ പ്രസംഗിക്കുന്നത്? What are you talking, Mr. Balagopal? Sir, I am talking something relevant about your discussion. You were discussing something not related to the bill. That is why I said this. Yes, please. You are discussing something not related to this bill. Yes, please. Because you are not discussing about the technicalities, clauses, or the core issue of this particular bill. That is why I said.